നേതൃത്വം കലയെയും സംസ്കാരത്തെയും സംരക്ഷിക്കാൻ ജനാധിപത്യത്തിൻ്റെ വീണ്ടെടുക്കാനും കലാരൂപം ആരെയില്ല. ഇത് ഞങ്ങൾ ഗുണ്ടകള അവലംബിക്കുന്ന പരിപാടിയാണ്. നിനക്ക് ചെണ്ട വേണോ അതോ മണ്ട വേണോ? മണ്ട അടിച്ചാൽ കൂട്ടിക്കും പറഞ്ഞേക്കാം. മാറ്റി വെച്ചിട്ട് ബാക്കി കട്ടയൊക്കെ നമുക്കത് മറിച്ച് വിറ്റാലോ? ആൾക്കാരൊക്കെ ബഹളം വെക്കുന്നുണ്ട്. നമുക്ക് തുടങ്ങാം. ആരംഭിക്കട്ടെ. കാളിദാസനെ കണ്ടിട്ടുണ്ടോ? കമലഹാസനെ കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കൊല നടക്കുന്നത് ഇവിടെയെങ്ങും അല്ല. അല്ല കഥ നിർത്തടോ. അതൊക്കെ പണ്ട്. ഇപ്പോഴത്തെ കേരളത്തെ കുറിച്ച് പറയും. കടൽ നിറയണ നേരത്ത് കൈകൾ കൂത്തുപിടിച്ചൊരു ഭരണം രോഗം വന്നു വിയർത്തപ്പോൾ മാറിൽ ചേർത്തു പിടിച്ചോരാ ജീവൻ മുക്കണ പ്രളയം കെടുതീരണയും തലയും മുറുക്കിയിറങ്ങി താങ്ങിയങ്ങെടുത്തു ഇടതിൻ സ്വന്തം ഭരണം നാടുണരാൻ നവകേരളമാം പുതിയ വെളിച്ചം പാകിവിടത്തി പണി തന്നതുയർത്തി നമ്മുടെ സ്വന്തം ഭരണം വാക്കിൽ നിന്നും ഉയർക്കുന്ന നേരം കൊണ്ടേ ഉടച്ചൊന്നു വാർത്തു നമ്മൾ നാടിൻ രൂപം. ഇങ്ങനെയുള്ള കേരളത്തിലെ ഏതോ ഒരു കാട്ടിൽ പൊട്ടാസ്യം കയ്യിൽ വിളിച്ചിരിക്കുന്ന കാറാണ്. അത് കുറ്റിക്കാട്, ഇത് കൊടുങ്കാട്. അതെ, അതാ ആ കാട്ടിലേക്ക് നോക്കൂ. ആ കാണുന്നതാണ് കണ്ണൂരിയുടെ കണ്ണാശുപത്രി. കണ്ണാശ്രമം. അതെ, കണ്ണുവാശ്രമം. ഈ ആശ്രമത്തിന്റെ ഭംഗിയെ കുറിച്ച് പറഞ്ഞാൽ പെട്ടെന്ന് കുടിലിന്റെ വാതിൽ തുറന്ന് കയ്യിൽ കൊടുവാളുമായി ഒരു സുന്ദരി പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരാടാ സുന്ദരി? ആരാടാ സുന്ദരി? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ കുളമാവും. ആൾക്കാരെ കൂകുന്നുണ്ടില്ല. അവന്മാരെ കൂകത്തില്ല. അഥവാ എന്നെ കൂകിയാൽ
എത്തിയിടാമേ വന്നിടാമേ ഞങ്ങൾ വന്നിടാമേ നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ എത്തിയിടാമേ കൈകാലുകൾ തൂവാൻ 10,000 കണ്ണൊന്നെടുക്കുവാൻ 5000 കൈകാലുകൾ തൂവാൻ 10,000 പിന്നെ കണ്ണൊന്നെടുക്കുവാൻ 5000 വന്നിടാമേ ഞങ്ങൾ വന്നിടാമേ നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ എത്തിയിടാമേ വന്നിടാമേ ഞങ്ങൾ വന്നിടാമേ നിങ്ങൾ പറയുന്ന സ്പോട്ടിൽ എത്തിയിടാമേ. അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? പറയുന്ന സ്പോട്ടിൽ എത്തിയിടാമെന്ന്. എടാ കഥ എവിടെ എത്തിയെന്നാ ചോദിച്ചത്. ദുഷ്യന്തനെ ശകുന്തളയെ കണ്ടുമുട്ടി. അതെ, യാത്ര പറഞ്ഞു പിരിയുന്നതിന് മുമ്പ് ദുഷ്യന്തൻ കയ്യിൽ നിന്ന് സമൻസ് ശകുന്തളയെ ഏൽപ്പിച്ചു. സമൻസോ? മുദ്രമോദരം കൊടുത്തെന്ന്. ആഴ്ചകളും മാസങ്ങളും കടന്നു. അതെ, കടന്നുപോയി. ഒരു ദിവസം ആശ്രമത്തിന്റെ മൂലയിൽ നിന്ന് ഗർജിക്കുന്ന ശകുന്തളയെ നോക്കി ഛർദ്ദിക്കുന്ന ശകുന്തളയെ നോക്കി കണ്ണോ മഹർഷി തിക്കെട്ടുമാറും പൊട്ടുന്നു ചത്തിനാലറി. ഈ പഞ്ചമാവത്തിനെ കൊഞ്ചിച്ചു വഞ്ചിച്ച ധാരിവരോ ഈ ആശ്രമകന്യക 10 മാസം ഇനി വിശ്രമമാ. ഈ പഞ്ചമാവത്തിനെ കൊഞ്ചിച്ചു വഞ്ചിച്ച ധാരിവരോ ഈ ആശ്രമകന്യക 10 മാസം ഇനി വിശ്രമമാ. ഞാൻ കാട്ടിയില്ലാത്ത നേരം അവൻ വീട്ടിൽ വന്നിത് കാട്ടി ഈ കുരുത്തം കണ്ടവൻ അറിവനോ അറിവനോ ദുഷ്യന്തനോ. കൊല്ലട്ടോ കൊല്ലട്ടോ ചവിട്ടിക്കൂട്ടി കൊല്ലട്ടോ 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 ചവിട്ടിക്കൂട്ടി കൊല്ലട്ടോ. പിന്നെ ഒട്ടും ആവശ്യമില്ല. കണ്ണോമി കിട്ടുന്ന വണ്ടിയുടെ കയറി കോടതിയിലേക്ക് പോയി. കോടതിയിലേക്ക് കൊട്ടാരത്തിലേക്ക് പോയത്. ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ശകുന്തള കണ്ണോമാഷിന്റെ പിറകെ നിലവിളിച്ചുകൊണ്ട് ഓടി. വീട്ടിലേക്കാണോ കാട്ടിലേക്കാണോ വീട്ടിന് പുലിയെ വിട്ടോട്ടെ കൊട്ടാരത്തിലെത്തിയ കണ്ണോ മഹർഷിയോട് ദുഷ്യന്തൻ ചോദിച്ചു. എന്ത് ചോദിച്ചു? എന്താ മുഖം കാണിക്കാൻ വന്നതാണോ? അപ്പോ കണ്ണൂരെന്ന് പറഞ്ഞു. ഈ മുഖം കുറെ കണ്ണതല്ലേ? ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ദുഷ്യന്ത മഹാരാജ് ഇങ്ങനെ ചോദിച്ചു. എങ്ങനെ ചോദിച്ചു? ആരാണിവൻ? എനിക്കിവിടെ അറിയില്ല. കടന്നു. ഇത് കേട്ട് ദുഃഖിതനായ കണ്ണോ മഹർഷി കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഈ കരച്ചിൽ കണ്ട് സഹിക്കവയ്യാതെ ദുഷ്യന്തൻ തലേ കൈവച്ചുകൊണ്ട് ശകുന്തളയോട് പറയുകയാണ്. മുത്തേ പൊന്നെ പിണങ്ങല്ലേ എന്ന് കുറ്റം ചെയ്തു ഞാനെന്തെങ്കിലും പെണ്ണെ നിനക്കെന്തോ പിണക്കം എന്നെ കാണവല്ലേ. സാറേ പൊന്നെ പിണങ്ങല്ലേ എന്തു കുറ്റം ചെയ്തു ഞാനെന്തിനു സാറേ ഞങ്ങളോട് പിണക്കം ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. എല്ലാവരും ഒന്ന് വണ്ടി കയറി. എന്താ സാറേ സെക്കൻഡ് പ്രോഗ്രാം വല്ലതും ഉണ്ടാ? സെക്കൻഡ് പ്രോഗ്രാം ഒന്നുമല്ല. നിന്റെയൊക്കെ പരോള് തീരുന്ന ദിവസമായിരുന്നു. വന്ന് വണ്ടി കയറാം. അപ്പൊ ഞങ്ങളുടെ വില്ല് ഇനി നിനക്കൊക്കെ വില്ലല്ലടാ, സെല്ല സെല്ല്. മര്യാദയ്ക്ക് കേരള ജീപ്പില്. പ്രിയ കലാസ്നേഹികളെ, ഇതുപോലുള്ളവരാണ് നമ്മുടെ കലയെയും സംസ്കാരത്തെയും കളങ്കപ്പെടുത്തുന്നത്. നമ്മുടെ കലാസംസ്കാരങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് മുന്നേറാം. ഇന്നെടുക്കണം നമുക്ക് കാത്തി തന്റെ ഇന്ത്യയെ അതേ പരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. ഇന്നെടുക്കണം നമുക്ക് കാത്തി തന്റെ ഇന്ത്യയെ അതേ തരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. സമയമായി ഉണർന്നെടുക്ക സോദര അതേ തരത്ത ഭാരതം മരിച്ചിടാതെ കാക്കണം. അമ്പലത്തിൽ പള്ളിയിൽ ആരാധനാലയങ്ങളിൽ ഹിന്ദുവാണ് ക്രിസ്ത്യനാണ് മുസ്ലിമാണ് നമ്മൾ. തിരഞ്ഞെടുപ്പിനായി പ്രബുദ്ധമായി നിരന്നു നിൽക്കവേ ഇന്ത്യനാണ്
ഇന്ത്യനാണ് ഇന്ത്യനാണ് നമ്മൾ മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം മതാധിപത്യ ഭാരതം വരാതെ നമ്മൾ കാക്കണം മതാധിപത്യ ഭാരതം വരാതെ നമ്മൾ കാക്കണം ജനാധിപത്യ ഭാരതം മരിച്ചിടാതെ നോക്കണം മതേതരത്വ ഭാരതം മരിച്ചിടാതെ കാക്കണം തച്ചുടയ്ക്കണം വെറുപ്പിനന്ധകാരം നിന്നു നിൽക്കണം ചുവന്ന രക്തതാരം